ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു 10-15 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ 2 ചെറുപഴം എടുത്തിരിക്കുന്നത്. അതിന് പകരം റോബസ്റ്റയോ അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം. ചെറുപഴം ആണെങ്കിൽ പുളിയില്ലാത്ത തരം ചെറുപഴം എടുക്കുകയാണ് നല്ലത്. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക. ഇനി ഈ പഴം നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അതുപോലെ ഒന്ന് കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്നാക്കിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർക്കാം. നമ്മളെടുത്തിരിക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചും അതുപോലെ നമുക്ക് എത്രത്തോളം മധുരമൊക്കെ വേണം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മധുരം ചേർക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പഴവും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം, നല്ല ജീരകം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി. ഇതിപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഴം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ പരുവെന്ന് പറയുമ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതിലിനി നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ ആ ഒരു നനവിൽ തന്നെ മാവ് കുഴച്ചെടുക്കണം, വെള്ളമൊന്നും ചേർക്കരുത്. കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ 1 കപ്പ് ഗോതമ്പ് പൊടി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടി പൊടിയുടെ ആവശ്യമുണ്ട്. കുറച്ചൊന്ന് മാവ് ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പൂരിയുടെ മാവിനൊക്കെ വേണ്ടിയിട്ട് കുഴച്ചെടുക്കില്ലേ, ആ രീതിയിൽ കുറച്ചൊന്ന് ടൈറ്റായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പലകയിലോ ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടിട്ടില്ലെങ്കിൽ ഇത് പരത്തുമ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഏകദേശം ഒരു പൂരിയുടെ കനത്തിലൊക്കെ പരത്തിയെടുക്കുക. കാരണം ഒരുപാട് കുറയരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല. പൂരിയുടെ ഒക്കെ തിക്നെസ് അറിയാലോ, ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, സാധാരണ നമ്മൾ പൂരിക്കൊക്കെ വേണ്ടിയിട്ട് പരത്തുന്ന രീതിയിൽ അങ്ങനെ പരത്തിയെടുത്താലും മതി. എന്നിട്ട് ബാക്കി വരുന്ന മുഴുവൻ മാവും പരത്തിയിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കത് വേണ്ടത്. അപ്പോൾ അത്രയും മാവ് വെച്ചിട്ട് 14 എണ്ണം വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നുമില്ല, നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ഓരോന്നായിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണയ്ക്ക് ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ഇതിൽ പഴവും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ മേലേക്ക് ഇതുപോലെ പൊങ്ങി വരും. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മേലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും, ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ലൊരു കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ള മാവ് മുഴുവനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതിലങ്ങനെ എണ്ണയൊന്നും കുടിക്കില്ല. ആ ബാക്ക് കുറച്ചൊന്ന് മൊരിഞ്ഞിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉൾഭാഗം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഗോതമ്പ് പൊടിയും പഴമൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ പഴം വെച്ചിട്ടുള്ള ഈ ഒരു പൂരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്